IFRS 16 ലീസ് അക്കൗണ്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ടെർമിനോളജീസ് ഒക്കെ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ആ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായതിനു ശേഷം സെക്കൻഡ് പാർട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ പറയുന്നത് ലെസ്സിയുടെ ബുക്സിലത്തെ അക്കൗണ്ടിങ് ആണ്. ലീസ് അക്കൗണ്ടിങ് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ലെസ്സി ലീസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. ഒന്ന് ROU അസറ്റ്, ഒന്ന് ലീസ് ലയബിലിറ്റി. ഓക്കെ, അപ്പം എന്താണ് ROU അസറ്റ്, എന്താണ് ലീസ് ലയബിലിറ്റി? ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളൊന്ന് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ROU അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റാണ്. ഈ ലെസ്സിക്ക് എന്താണ് കിട്ടുന്നത്? ഈ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് കിട്ടുന്നത്, അല്ലേ? അതിനെയാണ് നമ്മൾ റൈറ്റ് ടു യൂസ്. ആ റൈറ്റ് ടു യൂസിനെയാണ് ROU എന്ന് പറയുന്നത്. അപ്പോൾ ആ ROU അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം ഈ ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്? നമുക്ക് ആ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുണ്ട്, ആ അസറ്റിൻ്റെ മുകളിൽ കൺട്രോൾ കിട്ടുന്നുണ്ട്. അതായത് ഒരു അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ എന്താ വേണ്ടത്? നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിം വർക്കിൽ ഈ അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ഇതിൻ്റെ ഇക്വിറ്റി, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ്, ക്രൈറ്റീരിയാസ് ഒക്കെ പഠിച്ചിരുന്നു ഇല്ലേ? എന്താണ് റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ, എങ്ങനെയാണത് മെഷർ ചെയ്യുക, കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ ഇവിടെ ഇപ്പോൾ ഈ അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്കറിയാം ഓണർഷിപ്പ് അല്ല, കൺട്രോളാണ് ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ നന്നായി പറഞ്ഞിരുന്നു. പിന്നെ അതിൽ നിന്ന് അയാൾക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് ലെസ്സിക്ക്. സോ ആ ഐറ്റത്തിനെ എസെറ്റായിട്ട് കാണിക്കാനായിട്ട് ലെസ്സിക്ക് പറ്റും. ദാറ്റ്സ് വൈ സെയിൽ നടക്കാഞ്ഞിട്ട് കൂടി ഈ ലെസ്സിയുടെ ബുക്കിൽ ലെസ്സിക്ക് അതിനെ എസെറ്റായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ എസെറ്റിൻ്റെ ഡെഫിനേഷനായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം എന്താണ്, ഈ ലെസ്സി ROU അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തു. രണ്ടാമത് ലീസ് ലയബിലിറ്റിയുമാണ്. ദാറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം അതൊരു ലീസ് ലയബിലിറ്റി ആയിട്ടും ലെസ്സി ആ അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്? ലയബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്താ? ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും അല്ലേ? അത് സെറ്റിൽ ചെയ്യുന്ന ആ ഫ്യൂച്ചർ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു റിസോഴ്സസിന്റെ ഔട്ട്ഫ്ലോയും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഇവിടെ വരുന്നത്. അസറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ലീസ് പേയ്മെന്റ് ഫ്യൂച്ചറിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ട്, അത് സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. സോ അത് ലയബിലിറ്റിയുടെ ഡെഫിനേഷന് ക്വാളിഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ലെസ്സിയുടെ ബുക്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ലെസ്സി റെക്കഗ്നൈസ് ചെയ്യണം. ഒന്ന് ROU അസറ്റ് ആയിട്ടും, രണ്ട് ലീസ് ലയബിലിറ്റി ആയിട്ടും. ഓക്കെ, ഇനി അതിൽ ലീസ് ലയബിലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യാന്നാണ് പറയുന്നത്. അതായത് കാൽക്കുലേഷൻ ഓഫ് ലീസ് ലയബിലിറ്റി. ലീസ് ലയബിലിറ്റി ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലീസ് പേയ്മെന്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്താണ് ലീസ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ദാറ്റ് ഈസ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദി ലെസ്സി ടു ലെസ്സർ അല്ലേ? ലെസ്സർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്സ് ആണ് ലീസ് പേയ്മെന്റ്സ്. ലീസ് പേയ്മെന്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു നമുക്കറിയാം. ഫിക്സഡ് പേയ്മെന്റ്സ് ഉണ്ടാവും അല്ലേ? അതിൽ നിന്ന് എന്തെങ്കിലും ലീസ് ഇൻസെൻറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വാരിയബിൾ പേയ്മെന്റ്സ് ഉണ്ടാവും. ഇനി ഈ ലെസ്സി എക്സ്റ്റൻഷൻ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്, അതായത് ആഫ്റ്റർ ലീസ് പീരീഡ് ഈ എസെറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സസൈസ് പ്രൈസ് അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഈ ലെസ്സി ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പെനാലിറ്റി ഉണ്ടായിരിക്കും, അത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഗ്രോസ് റെസിജ്വൽ വാല്യൂ, ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലീസ് പേയ്മെന്റ്സ്. അത് ഓർക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പോയിട്ട് അതിൽ എന്തൊക്കെ ലീസ് പേയ്മെന്റ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു നോക്കുക കേട്ടോ. അപ്പോൾ ആ ലീസ് പേയ്മെന്റ്സിന്റെ പ്രസന്റ് വാല്യൂ ആണ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതിലിവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് നോക്കുക. പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് പെയ്ഡ് അറ്റ് ദ കമൻസ്മെന്റ് ഡേറ്റ്. അപ്പം അത് പേ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. പേ ചെയ്തിട്ടുണ്ടായ ലയബിലിറ്റി ആവില്ലല്ലോ. അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ടാവാൻ പാടില്ല, കൊടുക്കാനുള്ളതാണ്. കമൻസ്മെന്റ് ഡേറ്റിൽ പേ ചെയ്തിട്ടുണ്ടാവരുത്. അപ്പോൾ കമൻസ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലേ? യൂസ് ചെയ്യാനായിട്ട് ഈ അസറ്റ് ലെസ്സിക്ക് യൂസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആവുന്ന ഡേറ്റ് ആണ്. അപ്പോൾ ആ ഒരു കമൻസ്മെന്റ് ഡേറ്റിൽ ലെസ്സി കൊടുക്കാൻ പെൻഡിങ് ഉള്ള എമൗണ്ട്സ്, അതാണ് ലീസ് പേയ്മെന്റ്സ്. അപ്പോൾ അതൊന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലീസ് പേയ്മെന്റ്സിന്റെ, അതായത് ഈ
ലീസ് ലയബിലിറ്റിയുടെ കാൽക്കുലേഷൻ. പിന്നൊന്ന് നമ്മൾ പറഞ്ഞു 2 കാര്യം റെക്കഗ്നൈസ് ചെയ്യണം. ഒന്ന് ലീസ് ലയബിലിറ്റിയും ദെൻ ROU അസറ്റ്. അപ്പൊ അസറ്റ് എപ്പോഴും കാണിക്കേണ്ടത് എങ്ങനെയാ? നമ്മൾ PPയിലൊക്കെ പഠിച്ച പോലെ Day-16 PPയിൽ എന്താ പഠിച്ചിട്ടുള്ളത്? അസറ്റ് കാണിക്കേണ്ടത് എപ്പോഴും ഇനീഷ്യൽ മെഷർമെന്റ് എപ്പോഴും കോസ്റ്റിലായിരിക്കണം. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ലീസ് ലയബിലിറ്റി കാണിച്ച എമൗണ്ട് അത് തന്നെയാണ് ROUന്റെ കോസ്റ്റായി വരിക. ദെൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ആ ലീസ് ലയബിലിറ്റിയിൽ കൊടുക്കാത്ത എമൗണ്ട്സ് ആണ് നമ്മൾ എടുത്തത്. ലീസ് ലയബിലിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദാറ്റ് ആർ നോട്ട് പെയ്ഡ് അറ്റ് ദ കമൻസ്മെന്റ് ഡേറ്റ്. അതായത് ലെസ്സി കൊടുക്കാനുള്ള എമൗണ്ട് ആണ് എടുത്തത്. അപ്പൊ ഇവിടെ ROU അസറ്റ് കാണിക്കുമ്പോൾ ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് കാണിക്കുക, പ്ലസ് മുന്നേ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ചില എമൗണ്ട്സ് മുന്നേ കൊടുത്തിരിക്കും, അപ്പൊ അത് കോസ്റ്റിന്റെ പാർട്ടായിട്ട് ട്രീറ്റ് ചെയ്ത് അതുകൂടി ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അതായത് കമൻസ്മെന്റ് ഡേറ്റിന് മുന്നായിട്ട് എന്തെങ്കിലും പേയ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റ് ആവുമല്ലോ, അസറ്റിന്റെ കോസ്റ്റ് ആവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലെസർ എന്തെങ്കിലും റീഇംബേഴ്സ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ലീസ് ഇൻസെന്റീവ്സ് റിസീവ് ചെയ്യുക. ലീസ് ഇൻസെന്റീവ്സിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. അത് ക്ലിയർ ആയതിനു ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കണ്ടാൽ മതി. അപ്പൊ അങ്ങനെ ആ ലീസ് ഇൻസെന്റീവ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിൽ ആഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. അതായത് ലീസ് നടക്കാൻ വേണ്ടി എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇപ്പൊ എസറ്റ് വാങ്ങുന്ന ടൈമിൽ ചിലപ്പോൾ ഇൻസ്റ്റാളേഷൻ ചാർജ് വരും. അതുപോലെ ഈ എസറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റിന്റെ പ്രസന്റ് വാല്യൂയും കൂടി ഈ എസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് കാണിക്കണം. ഇതൊക്കെ നമ്മൾ PPയിൽ എസറ്റിന്റെ കോസ്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ചിലപ്പോൾ ഡിസ്മാൻഡ്ലിംഗ് ടൈം ഉണ്ടാവില്ലേ, ഇത് ലാസ്റ്റ് ഈ എസറ്റ് റിമൂവ് ചെയ്യുമ്പോൾ അത് ഡിസ്മാൻഡിൽ ചെയ്യുന്ന ടൈമിൽ ഫ്യൂച്ചറിൽ അപ്പൊ അത് ലെസ്സി ഏറ്റെടുത്തിട്ടുണ്ടാവും, ഞാൻ അത് തന്നോളാം. അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ കൂടി ഈ അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് കാണിക്കുക. നാച്ചുറലി ഈ 2 കേസാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. ഏത്? ലീസ് ലയബിലിറ്റി ആൻഡ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ്. അപ്പൊ ഇത് രണ്ടും പ്ലസ് കുറച്ചും കൂടി എക്സ്ട്രാ 2 ക്വസ്റ്റ്യനും കൂടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ പറയാം. അതിലപ്പുറം എന്തായാലും വരില്ല. ഓക്കെ, അപ്പൊ അതിൽ ഈ ലീസ് ലയബിലിറ്റി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക, ROU അസറ്റ് എങ്ങനെയാണ് അതിന്റെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. On 1st January 2011, Dynamic entered into a 2-year lease for a lorry. The contract contains an option to extend the lease term for a further year. Dynamic believes that it is reasonably certain to exercise this option. Lorries have a useful economic life of 10 years. Lease payments are $10,000 per year for the initial term and $15,000 per year for the option period. All payments are due at the end of the year. To obtain the lease, Dynamic incurs initial direct cost of $3,000. The lessor reimburses $1,000 of this cost. The interest rate within the lease is not readily determinable. Dynamic's incremental rate of borrowing is 5%. അപ്പൊ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് വൺ, യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദി ലീസ് ലയബിലിറ്റി, ദ റൈറ്റ് ഓഫ് യൂസ് അസറ്റ്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ ഇവർ 2011 ഒരു 2-year ലീസിൽ എൻറ്റർ ചെയ്യാണ്. അപ്പൊ അതിൽ ആ ലീസ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ലെസ്സി ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യും എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ലീസ് പീരീഡ് 3 year ആയിട്ട് എടുക്കാം. ബിക്കോസ് ക്വസ്റ്റ്യനിൽ 2-year ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 1 year കൂടിയാണ്. അപ്പോൾ 3 year നമുക്ക് ലീസ് പീരീഡ് നോക്കാം. പിന്നെ ലീസ് പേയ്മെന്റ് 10,000 വെച്ചിട്ട് ഓരോ വർഷവും, അതാണ് ലീസ് പേയ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന പീരീഡിൽ ആ ലീസ് പേയ്മെന്റ്സ് 15,000 ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടോ, ലീസ് പേയ്മെന്റ്സ് ആർ
$10,000 പെർ ഇയർ ഫോർ ദ ഇനീഷ്യൽ ടേം. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് 2 വർഷമാണല്ലോ നമ്മുടെ ലീസ് പീരീഡ്. അപ്പൊ ആദ്യത്തെ 2 വർഷം 10,000 ആൻഡ് $15,000 പെർ ഇയർ ഫോർ ദ ഓപ്ഷൻ. അതായത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ ഓപ്ഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു പീരീഡിൽ 15,000 ആയിരിക്കും. ഓക്കെ. ഓൾ പേയ്മെന്റ്സ് ആർ ഡ്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ പേയ്മെന്റ്സും ഡ്യൂ ആവുന്നത് ആ വർഷത്തിന്റെ എൻഡ് പീരീഡിലാണ്. ഈ ഒരു ലീസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡൈനാമിക്കിന് അവർക്ക് ഇൻക്വയർ ചെയ്ത ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് $3,000 ആണ്. അതിൽ തന്നെ ലെസർ റീഇംബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് 1,000 ആണ്. നമ്മൾ റീഇംബേഴ്സ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റിന് ആ ടെർമിനോളജീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതൊക്കെ ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ആ ടെർമിനോളജീസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇംപ്ലിസിറ്റ് കോസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം അങ്ങനെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. ഇൻസ്റ്റഡ് നമുക്കിവിടെ ബോറോയിങ് കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ടും പിന്നെ റൈറ്റ് ഓഫ് യൂസ് അസറ്റും ആണ്. അതായത് റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് മാക്സിമം വരുള്ളൂ ആ 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലീസ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ലീസ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് എമൗണ്ട് എടുക്കുക എന്നാ പറഞ്ഞത്? നമുക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതുവരെ പേ ചെയ്യാത്ത എമൗണ്ട് എത്രയുണ്ട് നോക്കണം. അതായത് കമൻസ്മെന്റ് ഡേറ്റിൽ ആ ടെർമിനോളജീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ പ്രോബ്ലം കാണൂ. അതായത് കമൻസ്മെന്റ് ഡേറ്റിൽ ഇതുവരെ പേ ചെയ്യാത്ത എമൗണ്ട് എത്രയാണ്. അപ്പൊ ആദ്യം ഒരു $10,000 ഉണ്ട്, പിന്നെ $15,000 ഉണ്ട്. അത് ഇതുവരെ പേ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു തന്ന എമൗണ്ട്സിന്റെ, അതായത് ഈ $10,000 $15,000 പ്രസന്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിൽ ഇനീഷ്യൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ലീസ് ലയബിലിറ്റി അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡൈനാമിക് ഇൻക്രീസ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് $3,000 ലെസർ റീഇംബേഴ്സസ് $1,000 ഓഫ് ദീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതെല്ലാം പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ലെസ്സിക്ക് റീഇംബേഴ്സ് ചെയ്തിരുന്നത് $1,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വിത്തിൻ ദ ലീസ് ഇസ് നോട്ട് റെഡിലി ഡിറ്റർമിനബിൾ ബട്ട് അവർ ഇൻക്രിമെന്റൽ റേറ്റ് ഓഫ് ബോറോയിങ് കോസ്റ്റ് 5% തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ലീസ് പേയ്മെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു ടേബിൾ കൊടുക്കുകയാണ്. ഇയർ 1, 2, 3. അപ്പോൾ ഇതിൽ ലീസ് പേയ്മെന്റ്സ് ഞാൻ ആ പ്രോബ്ലം വായിച്ചപ്പോൾ പറഞ്ഞു ഫസ്റ്റ് 2 ഇയറും $10,000 ആണ് കൊടുക്കുന്നത്. തേർഡ് ഇയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഇയറിൽ $15,000 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ലീസ് പേയ്മെന്റ് ചെയ്ത ഫസ്റ്റ് ഇയറിൽ $10,000, സെക്കൻഡ് ഇയറിൽ $10,000, തേർഡ് ഇയറിൽ $15,000. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ലീസ് പേയ്മെന്റ് കണ്ടുപിടിക്കുക? പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നേരിട്ട് ലീസ് പേയ്മെന്റ് ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ ഇത്രയാണ് തന്നിരിക്കുന്നത്. പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എമൗണ്ട്സുകൾ എടുത്താൽ മതി. ഓക്കെ. ഇപ്പൊ ലീസ് പേയ്മെന്റ്സ് എടുത്തു. ഇനി ഇതിന്റെ പ്രസന്റ് വാല്യൂ, ഇനി വേറെ ഒന്നും തന്നിട്ടില്ല ഇവിടെ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രസന്റ് വാല്യൂ കാണാം. അപ്പൊ പ്രസന്റ് വാല്യൂ എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഈ ബോറോയിങ് കോസ്റ്റ് 5% ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഡിസ്കൗണ്ട് ഫാക്ടർ 5%ലാണ് കാണുന്നത്. അപ്പൊ 5% ഡിസ്കൗണ്ട് ഫാക്ടറിൽ ഫസ്റ്റ് ഇയർ പ്രസന്റ് വാല്യൂ കാണാൻ അറിയാലോ. നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ടൈം വാല്യൂ ഓഫ് മണിയിൽ ഡിസ്കൗണ്ടിങ്. അപ്പൊ എങ്ങനെയാ കാണാം? ഫസ്റ്റ് ഇയറിൽ 1/1.05 ചെയ്യുമ്പോൾ നമുക്ക് 0.9524. സെക്കൻഡ് ഇയറിൽ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിൻ്റെ തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. 1.05 അടിച്ചാൽ മതി കാൽക്കുലേറ്ററിൽ. അപ്പോൾ സെക്കൻഡ് ഇയറിലെ പ്രസന്റ് വാല്യൂ കിട്ടും 0.9070. തേർഡ് ഇയറിൽ 0.8638. അങ്ങനെ ഇപ്പോൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടു 5%. ഓക്കെ. ദെൻ പ്രസന്റ് വാല്യൂ കാണുക. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുക 10,000 ഇൻറ്റു 0.9524. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു എമൗണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷോർട്ട് ആക്കിയിട്ടുള്ള ആ ഒരു എമൗണ്ട് തന്നെ കൊടുക്കുകയാണ്. 9524 9070 12,957. ടോട്ടൽ ചെയ്യുമ്പോൾ 31,551 കിട്ടും. അപ്പോൾ ശരിക്കും ഇവിടെ എഴുതുക ഇനീഷ്യൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് എത്രയാ? 31,551. ഇതാണ് ലീസ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ലീസ് ലയബിലിറ്റി. ലീസ് ലയബിലിറ്റി നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് MCQയിൽ ഏതെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലീസ് ലയബിലിറ്റി ലെസ്സി അക്കൗണ്ടിങ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതിൽ ഇനി ഏതെങ്കിലും ലീസിന്റെ ആ കോൺസെപ്റ്റുകൾ ആ ടെർമിനോളജീസ് നന്നായി പഠിക്കുക. പിന്നെ ലീസ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഇതിലിപ്പോൾ നമുക്ക് നേരെ ലീസ് പേയ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതിന്റെ പ്രസന്റ് വാല്യൂ എടുത്താൽ മതി. അതർവൈസ് ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലീസ് പേയ്മെന്റ്സിൽ തന്നെ കുറെ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നന്നായി പഠിക്കുക. അപ്പോൾ അത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എടുക്കുക. അപ്പോൾ ഇവിടെ 31,551 കിട്ടി. ഇനി നമുക്ക് വാല്യൂ ഓഫ് ROU, റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ വാല്യൂ കാണണം അല്ലേ. അപ്പോൾ അതിനെന്താണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞ് എഴുതിക്കോ, ഈക്വൽ ടു ലീസ് ലയബിലിറ്റി പ്ലസ്, അതായത് ഈ ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് തന്നെ അതിൽ കൂടെ എന്തുകൂടി നമുക്ക് ആഡ് ചെയ്യണം, ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നേരത്തെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എടുക്കണം എന്ന് അല്ലേ. ഈ ലീസ് നടത്താൻ വേണ്ടി ലെസ്സിക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പം അതും കൂടി ആഡ് ചെയ്യണം. മൈനസ് ലീസ് ഇൻസെൻറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് റീഇംബേഴ്സ്മെന്റ്, ലെസ്സിക്ക് എന്തെങ്കിലും റീഇംബേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് കുറയല്ലേ സെറ്റിന്റെ, അപ്പം അത് മൈനസ് ചെയ്യണം. അപ്പോൾ ലീസ് ലയബിലിറ്റി പ്ലസ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് മൈനസ് ലീസ് ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ലീസ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 31,551 പ്ലസ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് $3,000 ആണ്. ഇനി മൈനസ് ലീസ് ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ട് $1,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 33,551. അതാണ് വാല്യൂ ഓഫ് റൈറ്റ് ഓഫ് യൂസ്. അപ്പോൾ ഇത്രയേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുള്ളൂ മാക്സിമം. അത് MCQലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ലീസ് ലയബിലിറ്റി കാണാനും ROUന്റെ വാല്യൂ, റൈറ്റ് ഓഫ് യൂസിന്റെ വാല്യൂ കാണാനും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ.